പൗരസ്ത്യ സഭയുടെ ആധ്യാത്മിക പാരമ്പര്യത്തിൽ ദൈവസന്നിധിയിൽ നിർവഹിക്കുന്ന ശ്രദ്ധേയമായൊരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, നിന്നെ നിന്ദിക്കത്തക്ക രീതിയിൽ നീ എന്നെ ദരിദ്രനാക്കരുതേ. നിന്നെ വിസ്മരിക്കത്തക്ക രീതിയിൽ നീ എന്നെ ധനവാനാക്കരുതേ. സമ്പന്നതയും ലഭിച്ചിരിക്കുന്ന താലന്തുകളുടെ വിനിയോഗവും ക്രിസ്തീയമായ കാഴ്ചപ്പാടിൽ എപ്രകാരമായിരിക്കണമെന്ന് ഈ പ്രാർത്ഥനാ ശകലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ യേശുക്രിസ്തു നമുക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകളുടെ വിനിമയത്തെക്കുറിച്ച്, നമുക്ക് ലഭിച്ചിരിക്കുന്ന സമ്പത്തിൻ്റെ പങ്കുവയ്ക്കലിനെ കുറിച്ച് പഠിപ്പിച്ച വേദഭാഗമാണ് ഈ പ്രാർത്ഥനയുടെ അടിസ്ഥാനം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 18 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ് ശ്ലീബ പെരുന്നാളിന് ശേഷം 6-ാമത്തെ ഞായറാഴ്ചയിൽ വേദവായനയ്ക്കായി പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രമാണിമാരിൽ ഒരുവൻ വന്ന് യേശുക്രിസ്തുവിനെ അഭിസംബോധന ചെയ്യുന്നു. നല്ലവനായ ഗുരു, നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം? കർത്താവിനെ അഭിസംബോധന ചെയ്യുന്ന വാക്ക് തന്നെ നല്ലവനായ ഗുരു എന്നാണ്. യേശുക്രിസ്തു ആ അഭിസംബോധനയിൽ അടിസ്ഥാനപ്പെടുത്തി മറുപടി പറയുകയാണ്. നല്ലവനെന്ന് നീ എന്നെ വിളിക്കുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ ആരും നല്ലവനില്ല. അതിനുശേഷം കർത്താവ് അവനോട് കൽപ്പനകളുടെ ആചരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു. അപ്പോൾ അവൻ നൽകുന്ന മറുപടി, ഇവയൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ കാത്തുകൊണ്ടിരുന്നു. വേദഭാഗം മുൻപോട്ട് പോകുമ്പോൾ മനോഹരമായ സംവാദമാണ്. കർത്താവ് ആ മനുഷ്യൻ്റെ പ്രമാണിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇനി ഒരു കുറവ് നിനക്കുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്ത് നൽകുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. അതിനുശേഷം എന്നെ അനുഗമിക്കുക. ഈ ചെറുപ്പക്കാരൻ, പ്രമാണിയായ മനുഷ്യൻ, വലിയ സമ്പന്നനായതുകൊണ്ട് നിരാശയോടെ പിൻവലിയുന്നു. ആ സമയത്ത് കർത്താവ് നടത്തുന്ന പ്രതിപാദനമാണ് സമ്പത്തിൻ്റെയും ദൈവരാജ്യത്തിൻ്റെയും പരസ്പര താരതമ്യം യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. 24-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു ഓർമ്മിപ്പിക്കുന്നു, സമ്പത്തുള്ളവൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. അതിനുശേഷം ഒരു സൂചകം നൽകുകയാണ്. ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നത് എളുപ്പം, ധനവാൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനേക്കാളും. അവസാനിപ്പിക്കുന്നത് വിശുദ്ധനായ ലൂക്കോസ് എവൻഗേലിയോസ്ത നൽകുന്ന മനോഹരമായ ഒരു സമാപന വാക്യമാണ്. മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു. സഹോദരങ്ങളെ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ചിന്തയെ സ്വാധീനിക്കുന്ന അനേക പ്രത്യയശാസ്ത്രങ്ങളുണ്ട്. സോഷ്യലിസം വിതരണത്തെക്കുറിച്ചും അതുപോലെ തന്നെ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ സന്തോഷം ലഭിക്കുന്ന സമത്വത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. ക്യാപിറ്റലിസവും ജനാധിപത്യവും ലഭിച്ചിരിക്കുന്ന സാധ്യതകളിലൂടെ ആവോളവും സ്വരൂപിച്ചുകൊണ്ട് സമ്പന്നനാകുന്ന വ്യവസ്ഥിതിയെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നു. എന്താണ് ദാരിദ്ര്യം? എന്താണ് സമ്പന്നത? ദാരിദ്ര്യം ഒരു ശാപമാണോ? സമ്പന്നത ഒരു പാപമാണോ? ലോകചരിത്രത്തിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയമാണിത്. ചിലർ പറയുന്നു, ഈ ലോകത്തിൽ ദരിദ്രരുടെ സംഖ്യ വർദ്ധിക്കുന്നു. ഇത്രമാത്രം ദാരിദ്ര്യം നിഴലിക്കുമ്പോൾ ഇവിടെ ദൈവാനുഗ്രഹത്തിൻ്റെ പ്രസക്തി എന്ത്? അതുപോലെ തന്നെ ശക്തമായ ചില പ്രത്യയശാസ്ത്രങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. അതിനോട് ചേർന്ന് വേദശാസ്ത്രപരമായ പല ചിന്തകളും ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. വിമോചന ദൈവശാസ്ത്രം പഠിപ്പിക്കുന്ന ചില കാഴ്ചപ്പാടുകളിൽ എല്ലാ സമ്പന്നതയുടെയും പുറകിൽ ഒരു ചൂഷണമുണ്ട്. അതുകൊണ്ട് സമ്പന്നത പാപമാണ്. ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്ന ശ്രദ്ധേയമായ ആശയങ്ങൾ എന്താണ്? ഒന്നാമത്, ഈ വേദഭാഗത്തിൻ്റെ അഭിസംബോധനയിലേക്ക് കടന്നു വരാം. യേശുക്രിസ്തുവിനെ പ്രമാണിയായ മനുഷ്യൻ നല്ലവൻ എന്ന് അഭിസംബോധന ചെയ്യുന്നു. പാമ്പാകട നമസ്കാരത്തിലെ രഹസ്യ പ്രാർത്ഥനകളിൽ
അന്ത്യന്യായവിധിയെക്കുറിച്ച് വിശുദ്ധനായ മത്തായി ശ്ലീഹ ഓർമ്മിപ്പിക്കുന്ന ചെമ്മരിയാടുകളെയും കോലാടുകളെയും ഇടത്തും വലത്തുമായി നിർത്തി ന്യായവിസ്താര സമയത്ത് അവിടെ വലത്ത് ഭാഗത്തുള്ളവർക്ക് പ്രാർത്ഥനകളിൽ ആവർത്തിച്ചുപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് നല്ലവർ എന്നുള്ളത്. നല്ലവർ മുഖപ്രസന്നതയോടെ തിരുസന്നിധിയിൽ നിലകൊള്ളും. നല്ലവർ പിതാവിനാൽ ഒരുക്കപ്പെട്ട ഭവനത്തിലേക്ക് ആനയിക്കപ്പെടും. അപ്പോൾ ആരാണ് നല്ലവർ എന്നത് വേദപുസ്തകം ഓർമ്മിപ്പിക്കുന്നു. രോഗിയെ ശുശ്രൂഷിച്ചവർ, തടവിലാക്കപ്പെട്ടവരെ സന്ദർശിച്ചവർ, നഗ്നരായവർക്ക് വസ്ത്രം കൊടുത്തവർ, പട്ടിണിയിലായവർക്ക് ഭക്ഷണം നൽകിയവർ. യഥാർത്ഥത്തിൽ ലഭിച്ചിരിക്കുന്ന താലന്തുകൾ ദൈവം തന്നതാണ് എന്ന ബോധ്യത്തിൽ ശരിയായി പങ്കുവച്ചവർ, അവരാണ് നല്ലവർ. ഈ അർത്ഥതലം പഠിപ്പിക്കുവാൻ യേശുക്രിസ്തു ആഗ്രഹിക്കുന്നു. അവിടെയാണ് തന്നെ നല്ലവൻ എന്ന് അഭിസംബോധന ചെയ്ത പ്രമാണിയായ മനുഷ്യനോട് യേശുക്രിസ്തു പറയുന്നു, ദൈവം മാത്രം നല്ലവൻ. എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഈ സൃഷ്ടിക്ക് മുഴുവനും വേണ്ടി പങ്കുവച്ച കാരുണ്യവാനായ സർവശക്തൻ, ആ സർവശക്തനായ ദൈവമാണ് നല്ലവൻ. അതുപോലെ തന്നെ ഈ പ്രമാണിയെ യേശുക്രിസ്തു ഓർമ്മിപ്പിക്കുന്നു, നീ ഒരു യഹൂദനാണ്, അനുഷ്ഠാനങ്ങളും ആചരണങ്ങളും ചെറുപ്പം മുതലേ നിർവഹിക്കുന്നവനാണ്. നിന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ആചരണങ്ങളുടെ കൃത്യനിഷ്ഠയിൽ നല്ലവനാകുന്നു ഞാൻ എന്ന അഹംഭാവമാണ്. യഥാർത്ഥത്തിൽ അത് തച്ചുടയ്ക്കുവാനാണ് നസ്രായക്കാരൻ അവനോട് പറയുന്നത്, ദൈവം മാത്രമാണ് നല്ലവൻ. മൂന്നാമത് ഈ അഭിസംബോധനയെ വിശകലനം ചെയ്യുന്നതിൽ കർത്താവ് പഠിപ്പിക്കുന്നത്, നല്ലവനെന്ന് നീ എന്നെ വിളിക്കുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ വളരെ ശക്തമായ കേന്ദ്രമായ ഒരർത്ഥതലം നീ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ ഗുരുസ്ഥാനമോ പ്രവർത്തന ശൈലിയോ മനസ്സിലാക്കി നീ എന്നെ നല്ലവനെന്ന് അഭിസംബോധന ചെയ്തേക്കാം. എന്നാൽ നീ എന്നെ നല്ലവനെന്ന് അഭിസംബോധന ചെയ്യണം ഏതർത്ഥതലത്തിൽ? ഞാൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാകുന്നു എന്ന ബോധ്യം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ, ഞാൻ ദൈവമാണ് എന്ന ബോധ്യത്തിലാണ് നീ എന്നെ അഭിസംബോധന ചെയ്യുന്നതെങ്കിൽ, അതാണ് ശരിയായ ജ്ഞാനം. യേശുക്രിസ്തു ദൈവമാണ്, അതുകൊണ്ടാണ് യേശുക്രിസ്തു നല്ലവനായത്. ഈ ബോധ്യം യഥാർത്ഥത്തിൽ പ്രമാണിയായ മനുഷ്യന്റെ മനസ്സിൽ വരുവാൻ പരോക്ഷമായി ഈ ഉപദേശം യേശുക്രിസ്തു നൽകുന്നു. പ്രത്യക്ഷ തലത്തിൽ ദൈവം മാത്രം നല്ലവൻ എന്ന് ഉദ്ബോധിപ്പിക്കുകയും അതേ അർത്ഥതലത്തിൽ തന്നെ താൻ ദൈവമാണ് എന്ന സത്യം ആ പ്രമാണിയായ മനുഷ്യന് കർത്താവ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നു. രണ്ടാം ഭാഗത്തേക്ക് വരുന്നത്, യേശുക്രിസ്തു നിത്യജീവനെ അന്വേഷിക്കുന്ന ഈ മനുഷ്യനോട് ചോദിക്കുന്നു, നീ കൽപ്പനകളൊക്കെ ആചരിക്കുന്നുണ്ടോ? കർത്താവ് കൽപ്പനകളുടെ ആചരണത്തെ എതിർക്കുന്നില്ല. എന്നാൽ കൽപ്പനകളുടെ ആചരണത്തിലൂടെ നന്മയിലേക്ക് വളരണം എന്ന ബോധ്യമാണ് യേശുക്രിസ്തുവിൻ്റെ മനസ്സിൽ. അതുകൊണ്ട് കാണാൻ കർത്താവ് ആ ചെറുപ്പക്കാരനോട് ചോദിക്കുന്നത്, കൽപ്പനകൾ ആചരിക്കുന്നുണ്ടോ? ഓരോ നെടുത്തെടുത്ത് യേശുക്രിസ്തു പറഞ്ഞു, കുല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കൽപ്പനകളുടെ ആചരണത്തെക്കുറിച്ചുള്ള യേശുക്രിസ്തുവിൻ്റെ ചോദ്യം. ആ ചെറുപ്പക്കാരൻ്റെ മറുപടി, ഞാൻ ചെറുപ്പം മുതലേ ഇതൊക്കെ കാത്തുകൊള്ളുന്നു, സൂക്ഷിക്കുന്നു. പലപ്പോഴും പാരമ്പര്യങ്ങളും ആചരണങ്ങളുമൊക്കെ പ്രിസർവേഷൻ എന്ന നിലയിലാണ്, കാത്തുകൊള്ളുക, സൂക്ഷിക്കുക എന്ന നിലയിലായി വന്നിരിക്കുന്നു. എന്നാൽ അവ മുഖാന്തരം, ആചരണം മുഖാന്തരം, കൽപ്പനകൾ കാത്തുകൊള്ളുന്നത് മുഖാന്തരം സമൂഹത്തിന് നന്മയുണ്ടാകണം, വ്യക്തിക്ക് ശുദ്ധീകരണം ഉണ്ടാകണം. ഇത് യേശുക്രിസ്തു ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് കൽപ്പനകളുടെ ആചരണത്തിലും യഥാർത്ഥത്തിൽ പങ്കുവയ്ക്കലിൻ്റെ മനോഹരമായ കാഴ്ചപ്പാടിലേക്ക് നീ വളർന്നിട്ടില്ല. നീ ആചരണം നിർവഹിക്കുന്നത്, അനുഷ്ഠാനങ്ങൾ ജീവിതത്തിൽ ഭാഗവാക്കാക്കുന്നത് സമ്പന്നതയിൽ നിന്ന് സമ്പന്നതയിലേക്ക് വളരുവാനും സ്വരൂപിക്കുവാനുമുള്ള വ്യഗ്രതയ്ക്ക് വേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, വിൽക്കണം, പങ്കുവയ്ക്കണം, നിക്ഷേപിക്കണം. ഈ വേദഭാഗത്തിൻ്റെ കേന്ദ്ര ഭാഗം ഇവിടെയാണ്. യേശുക്രിസ്തു പറയുന്നു, ആ മനുഷ്യനോട് കർത്താവ് അവൻ്റെ മുഖത്ത് നോക്കി പറയുന്നു, ആചരണം നല്ലത്, എന്നാൽ നിനക്കൊരു കുറവുണ്ട്. അടിസ്ഥാനപരമായി നിന്റെ വ്യക്തിത്വത്തെ ബാധിച്ചിരിക്കുന്ന കുറവ്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ പലപ്പോഴും അവനവൻ്റെ ജീവിതശൈലിയിൽ അതിയായി ആത്മാഭിമാനമുള്ള വ്യക്തികൾ, ആത്മീയരെന്ന് സ്വയമായി ചിന്തിക്കുന്നവർ, അവരുടെ മുഖത്തു നോക്കി യേശുക്രിസ്തു പറയുന്നു, നിനക്ക് ഒരു കുറവുണ്ട്.
ഇത് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുമോ? എന്താണ് നമ്മുടെ കുറവ്? കർത്താവ് ഈ പ്രമാണിയോട് പറയുന്നു, ഉള്ളതെല്ലാം വിൽക്കണം, ദരിദ്രർക്ക് പകുത്തു കൊടുക്കണം, സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ശ്രദ്ധേയമായ ധനവിനിയോഗത്തെക്കുറിച്ച്, സമ്പത്തിനെക്കുറിച്ച് നമുക്കുള്ള കാഴ്ചപ്പാടിൽ ശ്രദ്ധേയമായ ഉപദേശമാണിവിടെ. ഇംഗ്ലീഷിൽ ഈ 3 വാക്കുകൾ ഒരുമിച്ച് ചേർത്താൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം നമ്മുടെ മനസ്സിലേക്ക് വരും. ഒന്നാമത് യേശുക്രിസ്തു പറയുന്നു വിൽക്കണം, രണ്ടാമത് പറയുന്നു പങ്കുവയ്ക്കണം, മൂന്നാമത് പറയുന്നു നിക്ഷേപിക്കണം. സെല്ലിംഗ്, ഷെയറിംഗ് ആൻഡ് സേവിങ്. സെല്ലിംഗ്, ഷെയറിംഗ് ആൻഡ് സേവിങ്. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ ധനതത്വശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ലതുപോലെ മനസ്സിലാകും. ഷെയറിംഗ് എക്കോണമി എന്നത് ആധുനിക കാലഘട്ടത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ധനതത്വശാസ്ത്രമാണ്. നമ്മളിൽ ഒത്തിരി സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ നമ്മൾ ഷെയർ ചെയ്താൽ നമുക്ക് സേവ് ചെയ്യാൻ ഒക്കും. ഷെയർ യുവർ ക്രിയേറ്റിവിറ്റി ആൻഡ് ദസ് സേവ് മണി. ഷെയർ യുവർ ഫോട്ടോഗ്രാഫി, ഫോൺസ്, വെബ്സൈറ്റ് തീം, ഡിസൈൻസ് എക്സെട്ര എക്സെട്ര. കണ്ടുപിടിച്ചാൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനുണ്ട്. നമ്മൾ കൂട്ടിവെച്ചിരിക്കുന്ന പലതും, അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവത്തിൻ്റെ മഹിമകൾ, നമുക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകൾ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ആസ്തികൾ, നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഭവ പരിചയങ്ങൾ, നമ്മുടെ ശബ്ദം, നമ്മുടെ കഴിവ്, നമ്മൾ അധിവസിക്കുന്ന സ്ഥലങ്ങൾ, എന്തെല്ലാം നമുക്ക് പങ്കുവയ്ക്കുവാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഷെയറിംഗ് എക്കോണമി ആധുനിക കാലഘട്ടത്തിൽ പണം ഉണ്ടാക്കുവാനുള്ള ഒരു കാഴ്ചപ്പാടാണെങ്കിൽ, ശരിയായ ദൈവരാജ്യത്തിൽ അധിഷ്ഠിതമായ ധനതത്വശാസ്ത്രത്തിൻ്റെ വീക്ഷണമാണ് യേശുക്രിസ്തു പഠിപ്പിക്കുന്നത്. അത് പങ്കുവയ്ക്കലിലൂടെ പണം സ്വരൂപിക്കുക എന്നതിനേക്കാൾ ഉപരി പങ്കുവയ്ക്കലിലൂടെ സ്വർഗരാജ്യത്തിൽ നിക്ഷേപമുണ്ടാകുക. മനുഷ്യൻ്റെ വ്യക്തിത്വം ഇന്നത്തെ എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും ഭൗമിക അർത്ഥതലത്തിൽ മാത്രമാണ് വീക്ഷിക്കുന്നത്. ഭൂമിയിൽ ഒരു പ്രത്യേക സമയത്ത് ജീവിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ്റെ പ്രവർത്തനം, അധ്വാനം, അവനുണ്ടാക്കുന്ന നേട്ടങ്ങൾ, അതിലാണ് പ്രത്യയശാസ്ത്രങ്ങൾ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. പല വേദശാസ്ത്ര ശാഖകളും അത്രമാത്രമേ ചിന്തിക്കുന്നുള്ളൂ. എന്നാൽ യേശുക്രിസ്തു ദൈവരാജ്യത്തിൻ്റെ കാഴ്ചപ്പാട് പറയുന്നത് ഈ സ്ഥലത്തിലും ഈ കാലഘട്ടത്തിലും പരിമിതപ്പെടുന്നതല്ല. സ്ഥലകാല പരിമിതിക്കപ്പുറമായി നിത്യജീവന്റെ അനുഭവത്തെ കൂടെ കോർത്തിണക്കുന്ന ഒരു ദൈവശാസ്ത്ര വീക്ഷണം സാമ്പത്തിക ശാസ്ത്രത്തിനെ. അവിടെയാണ് യേശുക്രിസ്തു പറയുന്നത്, വിൽക്കണം, പങ്കുവയ്ക്കണം, നിക്ഷേപിക്കണം. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് പങ്കുവയ്ക്കുമ്പോൾ സ്വർഗരാജ്യത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. മലങ്കര സഭയെ സംബന്ധിച്ച് ധന്യനായ മാർത്തോമാ ശ്ലീഹ, കർത്താവിൻ്റെ അപ്പോസ്തോലൻ, അദ്ദേഹത്തിൻ്റെ ഭാരതത്തിലേക്കുള്ള ആഗമനത്തെക്കുറിച്ചുള്ള കഥയിൽ വളരെ പ്രസിദ്ധമാണ് ഗോണ്ടഫോറസ് രാജാവിൻ്റെ ഒരു ശില്പിയായി കൊട്ടാരം പണി തോമസ് ശ്ലീഹായെ പരമേൽപ്പിക്കുന്ന സാഹചര്യം. പക്ഷെ നമുക്കറിയാം, ലഭിച്ച പണം മുഴുവൻ തോമസ് ശ്ലീഹ ദരിദ്രർക്ക് വിതരണം ചെയ്യുന്നു. ആ സാഹചര്യം അദ്ദേഹത്തെ തടവിലാക്കപ്പെടുന്നു. ഗോണ്ടഫോറസ് രാജാവിൻ്റെ സഹോദരൻ പെട്ടെന്ന് മരിക്കുന്നു. പക്ഷെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കാണുന്നത് മനോഹരമായ കൊട്ടാരം. ഇതിലപ്പുറം യഥാർത്ഥത്തിൽ സ്വർഗത്തിലെ നിക്ഷേപം, ദൈവരാജ്യത്തോട് ചേർന്നിണങ്ങുന്ന സാമ്പത്തിക തത്വശാസ്ത്രം, അത് വിവരിക്കുവാൻ മറ്റൊരു ഉദാഹരണമില്ല. സഹോദരങ്ങളെ, അനവധി താലന്തുകൾ നമുക്ക് ലഭിച്ചിരിക്കുന്നു, അനവധി സാധ്യതകൾ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ശരിയായ പ്രേക്ഷിത പ്രവർത്തനമെന്ന് പറയുന്നത് അധികാരവും സാധ്യതയും ലഭിച്ചിരിക്കുന്ന സമ്പത്തുകളും, ഇതെല്ലാം സമ്പന്നതയുടെ വിവിധ മാർഗങ്ങൾ. ഇതിൻ്റെ ഉടമസ്ഥൻ ദൈവമാണെന്ന് ബോധ്യം വരുമ്പോഴാണ് വിൽപ്പനയുടെ ആദ്യ ഭാഗം തുടങ്ങുന്നത്. എൻ്റേതാണെന്ന ചിന്തയിലാണ് എല്ലാം സ്വരൂപിച്ചു വെക്കണം എന്ന കാഴ്ചപ്പാട്. ദൈവം തന്നതാണ് എന്ന ബോധ്യമാണ് വിൽക്കണം എന്ന വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വിൽപ്പന നടത്തുമ്പോഴാണ് പങ്കുവയ്ക്കൽ നടത്തുമ്പോഴാണ് സ്വർഗത്തിൽ നിക്ഷേപവും ഉണ്ടാകുന്നത്. തോമസ് ശ്ലീഹ ഭാരത സുവിശേഷീകരണത്തിന് തോമസ് ശ്ലീഹായ്ക്ക് ശക്തി നൽകിയത് ഈ മനോഹരമായ പങ്കുവയ്ക്കലിനെ, ദരിദ്രന്മാരോട് ഏകീഭവിച്ച് അവരുടെ ഉന്നമനത്തിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് ശരിയായ സഭാജീവിതത്തിൻ്റെ അർത്ഥതലമെന്ന് അദ്ദേഹം ലോകത്തെ മനസ്സിലാക്കി കൊടുത്തു. നമ്മുടെ ജീവിതത്തിലും
സമ്പന്നതയുടെ പ്രത്യയശാസ്ത്രം പഠിക്കുമ്പോൾ പങ്കുവെക്കലിൻ്റെയും സ്വർഗത്തിലെ നിക്ഷേപത്തിൻ്റെയും അർത്ഥതലം മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. ഇവിടെയാണ് ഈ വേദഭാഗം അതിൻ്റെ മനോഹരമായ സമാപനത്തിലേക്ക് കടന്നു വരുന്നത്. ധനികനായ പ്രമാണിയായ മനുഷ്യൻ നിരാശപ്പെട്ടു പോകുന്നു. ആ സമയത്ത് കർത്താവ് പറയുകയാണ്, സമ്പത്തുള്ളവൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. കർത്താവ് പറയുന്ന ഉദാഹരണം, ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പമാണ്. യെരൂശലേം നഗരം ഉയർന്ന കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന നഗരം. വ്യാപാരികളൊക്കെ താഴ്വരയിലുള്ള പ്രദേശങ്ങളിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോയിട്ട് ഒട്ടകത്തിൻ്റെ പുറത്ത് സാധന സാമഗ്രികളുമായി പട്ടണത്തിലേക്ക് കടന്നു വരും. യെരമ്യാ പ്രവചനത്തിൽ കടന്നു വരുന്ന മനോഹരമായൊരു ചോദ്യമുണ്ട്. ഈ വ്യാപാരികൾ സന്ധ്യാസമയത്ത് പട്ടണത്തിലേക്ക്, യെരൂശലേം പട്ടണത്തിലേക്ക് പ്രവേശിക്കാൻ വാതിക്കലേക്ക് വരുന്ന സമയം ചിലപ്പോൾ സന്ധ്യ അധികമായാൽ പട്ടണവാതിൽ അടയ്ക്കപ്പെടും. അപ്പോൾ വിളിച്ചു ചോദിക്കുന്ന ചോദ്യമാണ്, കാവൽക്കാര രാത്രി എന്തായി? കാവൽക്കാര രാത്രി എന്തായി? കാരണം രാത്രി അധികമായാൽ പട്ടണത്തിൻ്റെ പ്രധാന വാതിൽ അടയ്ക്കപ്പെടും. പ്രധാന വാതിൽ അടച്ചു കഴിഞ്ഞാൽ സുഗമമായി ഒട്ടകത്തോടും സാധന സാമഗ്രികളോടുമൊപ്പം പട്ടണത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കത്തില്ല. പിന്നെ പട്ടണവാതിലിനോട് ചേർന്ന ചെറിയ ഒരു വാതിലുണ്ട്. അതിനെയാണ് ഒട്ടകവാതിൽ അല്ലെങ്കിൽ സൂചിക്കുഴ, ക്യാമൽ ഗേറ്റ്, വി ഗേറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത്. വി ഷേപ്പിലുള്ള ചെറിയ വാതിൽ. അതിലൂടെ ഒട്ടകത്തിന് കടക്കാം, പക്ഷേ പ്രയാസകരമാണ്. ഒന്നാമത് വ്യാപാരികൾ ചെയ്യുന്നത് ഒട്ടകത്തിന്മേലുള്ള സാധന സാമഗ്രികളെല്ലാം തലച്ചുമടായി പട്ടണത്തിനകത്ത് കൊണ്ടുവയ്ക്കും. അതിനുശേഷം ഒട്ടകത്തിൻ്റെ മുൻകാലുകൾ കുത്തി, ആ മുൻകാലുകൾ കുത്തിയിട്ട് ഈ വി ഗേറ്റിലൂടെ ഞെരുങ്ങി ഒട്ടകം അകത്ത് കടക്കും. ഇത് കണ്ടിട്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, സമ്പത്തുള്ളവൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. ധനവാൻ സ്വർഗത്തിൽ കടക്കുന്നതിനേക്കാളും എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ അകത്ത് കടക്കുന്നതാണ്. സഹോദരങ്ങളെ, ഈ വേദഭാഗത്തിൻ്റെ ഉപസംഹാരം നമ്മുടെ മനസ്സിലേക്ക് വരുത്തേണ്ട ചിന്ത, ധനവാന്റെ സ്വർഗരാജ്യ പ്രവേശനം അസാധ്യമാണോ? അസാധ്യമാണെന്ന് യേശുക്രിസ്തു പറയുന്നില്ല. അതുകൊണ്ടാണ് ഈ വേദഭാഗം ഉപസംഹരിക്കുന്നത്, മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു. പലപ്പോഴും നമ്മുടെ മനസ്സിലും നമ്മുടെ ചിന്തയിലും നമ്മുടെ ആധ്യാത്മികതയിലും ധനവാൻ പാപിയാണെന്നും സമ്പത്ത് ശാപമാണെന്നും ഒക്കെ ഒരു ചിന്തയുണ്ട്. എന്നാൽ ഇത് വേദപുസ്തകം പഠിപ്പിക്കുന്ന കാഴ്ചപ്പാടാണോ എന്ന് നമ്മൾ ശാന്തമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. താലന്തുകളുടെ ഉപമ പറയുമ്പോൾ 1 താലന്ത് ലഭിച്ചവൻ മണ്ണിൽ കുഴിച്ചിട്ടു, എന്നാൽ 5 താലന്ത് ലഭിച്ചവൻ വ്യാപാരം ചെയ്ത് 5 കൂടി ഉണ്ടാക്കി. യഥാർത്ഥത്തിൽ ലഭിച്ചിരിക്കുന്ന താലന്തുകളിൽ ഒന്നാണ് സമ്പന്നത. അതിൻ്റെ വിനിമയവും സമ്പത്തിനോടുള്ള ആഭിമുഖ്യവുമാണ് പലപ്പോഴും നമ്മെ പാപത്തിലേക്ക് നയിക്കുന്നത്. ആർഭാട ജീവിതത്തിനു വേണ്ടി ലഭിച്ചിരിക്കുന്ന സമ്പത്ത് ദൂർത്തായി ചെലവഴിക്കുന്നത് പാപമാണ്. അതേസമയം തന്നെ ലഭിച്ചിരിക്കുന്ന സാധ്യതകളെല്ലാം കൂടെ കൂട്ടി നേച്ചർ ഓഫ് അക്യുമുലേഷൻ, എനിക്ക് വേണ്ടി മാത്രമെന്ന് സ്വരൂപിക്കുന്ന വ്യഗ്രതയും പാപമാണ്. അതുകൊണ്ടാണ് വിളവുകൾ കൂടിയപ്പോൾ പത്തായങ്ങൾ വലുതാക്കി ഞാൻ കൂട്ടിവച്ച് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറഞ്ഞ സമ്പന്നനോട് യേശുക്രിസ്തു അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തത്, മൂടാ, ഈ രാത്രിയിൽ നിന്റെ ജീവനെ നിന്നോട് ചോദിച്ചാൽ നീ എന്തു ചെയ്യും? അതേസമയം താലന്തുകൾ കൊണ്ട് ശരിയായി വ്യാപാരം ചെയ്ത് 1-ന് 2 വീതം താലന്ത് വർദ്ധിപ്പിച്ചവനെ ബുദ്ധിയുള്ള ദാസനായിട്ടാണ് കർത്താവ് കരുതിയത്. ഈ ഒരു സന്തുലിത കാഴ്ചപ്പാട് സമ്പന്നതയുടെ അർത്ഥതലത്തിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. സഹോദരങ്ങളെ, പണവും സ്വാധീനങ്ങളും വ്യത്യസ്തങ്ങളായ കഴിവുകളും എന്തെന്ത് താലന്തുകൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ദൈവരാജ്യത്തിന് അനുയോജ്യമായി അത് വിനിമയം ചെയ്യുവാൻ കർത്താവ് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്നോർക്കണം. സമ്പന്നത സ്വാർത്ഥതയിലേക്കല്ല, പങ്കുവയ്ക്കലിലേക്ക് നടത്തണം. സമ്പന്നതയുടെ അടിസ്ഥാനം ദൈവം തന്നെ അനുഗ്രഹമാണെന്ന ബോധ്യം, ലഭിച്ചിരിക്കുന്ന എല്ലാ സമ്പത്തിൻ്റെയും ഉറവിടം സർവശക്തനാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. പങ്കുവയ്ക്കലിലൂടെ സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകുവാൻ
ഈ ഭൂമിയിൽ ദൈവം തന്ന താലന്താണ് എന്ന ബോധ്യം സമ്പത്തിനെ കുറിച്ചുണ്ടാകുമ്പോൾ അതാണ് ദൈവരാജ്യത്തിലെ സാമ്പത്തിക തത്വശാസ്ത്രം. ചരിത്രത്തിൽ എത്രയോ നല്ല ധനവാന്മാർ ഉണ്ടായിട്ടുണ്ട്. സഭാചരിത്രത്തിലും പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുകയും സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തെ നല്ലതുപോലെ സഹായിക്കുകയും ചെയ്യുന്ന ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട എത്രയോ അനേകം ധനവാന്മാരുണ്ട്. എന്നാൽ അതേസമയം പാമ്പാക്കട നമസ്കാരത്തിലെ പ്രാർത്ഥനയിലേക്ക് തന്നെ നമുക്ക് തിരികെ വരാം. ദാരിദ്ര്യം ദൈവം തന്ന ശാപമാണെന്നും അതുപോലെ തന്നെ ധനം അതാണ് ദൈവമെന്ന് വിചാരിച്ചുകൊണ്ട് ദൈവത്തെ മറക്കുന്ന സാഹചര്യവും അതാണ് ആത്മീയതയുടെ അപജയം. നമുക്ക് പ്രാർത്ഥിക്കാം, എൻ്റെ ദൈവമേ, നിന്നെ ശപിക്കുവാൻ തക്കവണ്ണം ഞാൻ ദരിദ്രനാകരുതേ, നിന്നെ മറക്കുവാൻ തക്കവണ്ണം നീ എന്നെ ധനവാനാക്കരുതേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.